ശ്രീമഹാഗണപതിക്ക് വന്ദനം. സരസ്വതീദേവിക്കും ശ്രീഗുരുമഹാരാജിനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീസായീശ്വരന്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയന്റെ പ്രണാമം. മഹർഷീശ്വരന്മാരുടെ ജീവിതചരിതം ആനന്ദദായകം. സായിയുടെ ജീവിതഗാഥ അമൃതമധുരം. ഭക്തർ അത് നുകർന്ന് ആനന്ദമത്തരാകട്ടെ. എപ്പോഴാണ് സായീശ്വരനെപ്പോലുള്ള ഋഷീശ്വരന്മാർ അവതരിക്കുക? ധർമ്മം നശിച്ച് അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ, ജനങ്ങൾ തങ്ങൾ സർവജ്ഞരെന്ന ധാരണയിൽ അഹങ്കാരമത്തരാകുമ്പോൾ, ബ്രാഹ്മണൻ മദ്യവും മാംസവും കഴിച്ചു തുടങ്ങുമ്പോൾ, ധാർമ്മികരെന്ന് നടിച്ച് രഹസ്യമായി നിന്ദ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ, തപസ്വികൾ ജപ ധ്യാന തപശ്ചര്യകളിൽ നിന്നും വഴുതി വീഴുമ്പോൾ, പുത്രകളത്രാദികൾ മാത്രമാണ് സുഖത്തിന് നിദാനം എന്ന് നനച്ച് ആധ്യാത്മികതയിൽ നിന്നും മാനവൻ വ്യതിചലിക്കുമ്പോൾ, അപ്പോൾ ഋഷിമാർ അവതരിക്കുന്നു. എന്തിന്? ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. തങ്ങളുടെ ജീവിതത്തിലൂടെ അവർ അക്കാര്യം സാധിക്കുന്നു. പ്രേമസ്വരൂപനാകുന്നു ഭഗവാൻ. അവിടുത്തെ വർണ്ണിക്കാൻ ആർക്കും ഒന്നിനുമാവുകയില്ല. ആ തൃപ്പാദങ്ങളിൽ ശരണാഗതിയാവുക മാത്രമാണ് ഏകമാർഗം. ഈ ഗ്രന്ഥരചനയ്ക്കുള്ള പ്രചോദനം സായീശ്വരൻ നൽകിയതാണ്. അതുകൊണ്ടിത് അടുക്കും ചിട്ടയുമായി എഴുതാൻ കഴിഞ്ഞു. ഇനി അഹങ്കാരകാരണമായി ഞാൻ അസ്വസ്ഥനാകേണ്ടതില്ല. ഇന്ദ്രിയങ്ങൾ അതാത് വിഷയങ്ങളിൽ ആനന്ദമനുഭവിക്കുന്നു. നാവിന് പഞ്ചസാരയുടെ മധുരം എന്തെന്നറിയാം. പക്ഷേ മധുരമെന്തെന്ന് പറയാൻ നാവിന് കഴിയുമോ? ഇവിധം സായി മഹിമകൾ എങ്ങനെ വിവരിക്കുമെന്നെനിക്കറിയില്ല. പ്രിയ സജ്ജനങ്ങളെ, ശ്രദ്ധിച്ചാലും പുണ്യസലിലയാണ് ഗോദാവരി. എത്രയോ മഹത്തുക്കൾക്ക് ജന്മവും താവളവും ഒരുക്കിയ പുണ്യതീർത്ഥം. അത്യന്തം ഉത്തമരായ ധാരാളം മഹർഷീശ്വരന്മാർ ഇവിടെ ജന്മം സ്വീകരിച്ചു. നിവൃത്തിനാഥ്, ജ്ഞാനദേവൻ, മുക്താബായി, നാമദേവൻ, ജ്ഞാനാബായി ഗോഡ, തുകാർദാം, ഗോനായി, നരഹരി, നർസിംബായി, സാജൻ കാസി, കശാപ്പുകാരൻ, സാവതാമാലി, തോട്ടക്കാരൻ തുടങ്ങിയ മഹത്തുക്കൾ ഓരോ കാലങ്ങളിൽ അവതരിച്ച് സ്വജീവിതം കൊണ്ട് മാതൃക കാണിച്ച് ജനങ്ങൾക്കവർ മോക്ഷമാർഗം വെളിപ്പെടുത്തി. മഹായോഗേശ്വരനായ ശ്രീസായി ദേവൻ ലോകമംഗളത്തിനായി ഗോദാവരീതീരത്ത് ഒരു ദിവസം പ്രത്യക്ഷനായി. തന്റെ ജീവിതത്താൽ ഷീർദിയെ പരിപാവനമാക്കി. സത്യസാര സർവസ്വമായിരുന്നു സായീശ്വരൻ. ദുഷ്കരമായ സംസാരത്തെ അവിടുന്ന് കീഴടക്കി. പരമശാന്തിയായിരുന്നു അവിടുത്തെ അലങ്കാരം. നിന്ദാസ്തുതികളെ അവിടുന്ന് ഗൗനിച്ചില്ല. ഈ ലോകത്തിലോ പരലോകത്തിലോ ഒന്നിനോടും അവിടുത്തേക്ക് അല്പം പോലും താൽപ്പര്യമുണ്ടായിരുന്നില്ല. സാധാരണക്കാരോട് അവിടുന്ന് ഇടപഴകി, അവരോടു കൂടിച്ചേർന്ന് നൃത്തവിലാസങ്ങൾ കണ്ടു. പക്ഷേ ഇതൊന്നും അവിടുത്തെ ധൈര്യത്തിന് തെല്ലും ഇളക്കം വരുത്തിയില്ല. ആ പവിത്രമായ അധരത്തിൽ നിന്നും സദാ അല്ലാ മാലിക് എന്ന മധുരനാമം പുറപ്പെട്ടുകൊണ്ടിരുന്നു. സർവ്വജീവജാലങ്ങൾക്കും രാത്രിയായി തോന്നിയത് അവിടുത്തേക്ക് പകലായിരുന്നു. അവരുടെ പകൽ സായീശ്വരന് രാത്രിയും. അവിടുത്തെ അന്തരംഗം സാഗരം പോലെ പ്രശാന്തഗംഭീരം. സായി ആര്? ഏതാണ് ആശ്രമം? ഇതൊന്നും ആർക്കും തിട്ടല്ല. മിക്കവാറും അവിടുന്ന് മസ്ജിദിൽ തന്നെ കഴിഞ്ഞു. പക്ഷേ ഇങ്ങനത്തിൽ ഏത് കോണിൽ നടക്കുന്ന ഏത് കാര്യവും ആ സമയം തന്നെ അവിടുന്ന് അറിഞ്ഞുകൊണ്ടിരുന്നു. അവിടുന്ന് ദിവസവും നിരവധി കഥകൾ പറയുമായിരുന്നു. പക്ഷെ മൗനവ്രതത്തിൽ നിന്നും വ്യതിചലിച്ചതുമില്ല. അവിടുന്ന് ചിലപ്പോൾ മസ്ജിദിന്റെ ചുമരും ചാരി നിൽക്കും. ഉച്ചയ്ക്കും വൈകിട്ടും ലണ്ടയിലേക്കോ ചാവടിയിലേക്കോ നടക്കും. പക്ഷെ അപ്പോഴും ആത്മബോധത്തിൽ ഉറച്ചിരുന്നു. ഏത് പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടാണ് അവിടുത്തെ ചിറകുകൾക്കടിയിൽ അഭയം തേടാൻ എനിക്ക് കഴിഞ്ഞതെന്നറിയില്ല. എനിക്കിതിനൊന്നും അർഹതയില്ല. അതിനുവേണ്ടുന്ന തപസ്സും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ കൃപാലുവായ സായി ഏറ്റവും എളിയവനെയും സ്നേഹിക്കുന്നു. അവിടുത്തെ പ്രേമം മാത്രമാണ് ഇതിന് കാരണം. സിദ്ധനായ സായി സാധകനെപ്പോൽ പെരുമാറി. എളിയവനും അഹംഭാവരഹിതനുമായിരുന്നു അവിടുന്ന്. എല്ലാവരെയും അവിടുന്ന് ആനന്ദിപ്പിച്ചു. തന്റെ തൃപ്പാദസ്പർശനത്താൽ അവിടുന്ന് ഷിർദിയെ പരിപൂർണമായും അനുഗ്രഹീതമാക്കി. ഏകനാഥസ്വാമികളാൽ പൈഥൻ സൽകീർത്തി നേടി ജ്ഞാനേശ്വരനാൽ അളന്തിയും സായീശ്വരനാൽ ഷിർദിയും മഹനീയമാക്കപ്പെട്ടു. സായീശ്വരന്റെ തൃപ്പാദങ്ങളെ ചുംബിക്കുകയും പാദരേണുക്കൾ ശിരസിലേറ്റുകയും ചെയ്ത ഷിർദിയിലെ പുൽനാമ്പുകളും പൂഴിയും അനുഗ്രഹീതങ്ങളാണ്. നമുക്കെല്ലാം ഷിർദിയാണ്. പണ്ഡരപുരിയും ജഗന്നാഥപുരിയും ദ്വാരകയും നമുക്ക് ഷിർദി തന്നെ. ഗയ കാ സ്വരചിഹ്നം, ആ ശാ സ്വരചിഹ്നം, ഈ വ ഈശ്വേശ്വരം, എന്തിന് രാമേശ്വരം പോലും നമുക്ക് ഷിർദി. മാത്രമല്ല ബദ്രീനാഥ്, നാസിക്, ത്രംബകേശ്വരം, ഉജ്ജയിനി, മഹാകാളേശ്വരം, മഹാബലേശ്വരം, ഗോകർണം തുടങ്ങിയവയും ഷിർദി തന്നെ. നമ്മുടെ വേദവും തന്ത്രവും സായീശ്വരനെ ദർശിക്കുകയാണ്. ദർശനം ഭക്തനെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു. സായിയുമായിട്ടുള്ള സംഭാഷണം പാപമോചനകരമാണ്. ആ തൃപ്പാദസ്പർശനം ഗംഗ, യമുന, സരസ്വതി എന്നിവിടങ്ങളിലെ പവിത്രസ്നാനത്തിന് തുല്യവും. സായീശ്വരപാദതീർത്ഥ സേവ ആശാനാശം വരുത്തുന്നു. അവിടുത്തെ വാക്കുകൾ വേദതുല്യം.
അവിടുത്തെ ഉദിപ്രസാദം നമ്മെ പരമപരിശുദ്ധമാക്കുന്നു. അവിടുന്ന് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവും ശ്രീകൃഷ്ണ പരമാത്മാവുമാണ്. സാക്ഷാൽ സച്ചിദാനന്ദ പരമ്പൊരുളും അവിടുന്നു തന്നെ. സുഖദുഃഖങ്ങളും കോപസ്നേഹാദികളും സായിയെ ബാധിച്ചില്ല. അവിടുന്നൊരിക്കലും ആപ്താദമത്തനോ നിരാശാഭരിതനോ ആയിരുന്നില്ല. സദാ ആത്മാനന്ദത്തിൽ മുഴുകിയിരുന്നു. ഷീർദിയിലാണെങ്കിലും രാജ്യത്തിന്റെ നാനാഭാഗത്തേക്കും അവിടുത്തെ സത്കീർത്തി വ്യാപിച്ചു. ഭക്തജനങ്ങൾ അവിടുത്തെ ദർശനത്തിനും അനുഗ്രഹത്തിനുമായി വന്നുകൊണ്ടേയിരുന്നു. ആ സമാധിസ്ഥിതമായ മനോഹരരൂപം ദർശിക്കുന്ന വേളയിൽ തന്നെ ഒരുവന്റെ പാപം നശിക്കുന്നു. ഏതു ദുഷ്ടനും ശുദ്ധഹൃദയനാകുന്നു. തങ്ങളുടെ ജീവിതം സാഫല്യം നേടിയതായി അവർക്ക് അനുഭവപ്പെടുന്നു. സായി സമാധി ദർശനത്തിന്റെ ഫലം ഇത്രയെങ്കിൽ അവിടുത്തെയൊപ്പം സഹവസിച്ച് അവിടുത്തെ സേവിക്കാൻ മഹാഭാഗ്യം സിദ്ധിച്ചവരുടെ പരമഭാഗ്യത്തെക്കുറിച്ച് എന്തു പറയാൻ? പണ്ഡർപൂരിൽ വിഠൽ രാഘലുമായി ദർശനം ചെയ്യുമ്പോഴുള്ള അതേ അനുഭൂതി സായി ദർശനത്തിൽ ഉളവാകുന്നതായി ഭക്തന്മാർ പറയുന്നു. ഇത് വെറുമൊരു സ്തുതിവാചകമല്ല, അനുഭവം തന്നെ. ഗൗലിബുവ പണ്ഡർപൂരിലെ ഒരു പൂജാരി, 95, പരമഭക്തൻ, ചുണ്ടിൽ സദാ രാമകൃഷ്ണഹരിനാമം. വർഷത്തിലൊരിക്കൽ അദ്ദേഹം ഷീർദിയിലെത്തി സായിയെ ദർശിക്കും. കൂടെ ഒരു ശിഷ്യനും സാധനങ്ങൾ ചുമക്കാനായി ഒരു കഴുതയും ഉണ്ടാകും. സായീശ്വരന്റെ തിരുമുഖത്തോട്ടു നോക്കി ആ വന്യവയോവൃദ്ധൻ ഉറക്കെ പറയും, ഇത് സാക്ഷാൽ വിഠൽ തന്നെ, അഗതികൾക്ക് തുണയേകുന്ന കരുണാമയനായ പണ്ഡരീനാഥന്റെ തിരുഅവതാരം തന്നെ. തിരുനാമജപം സായീശ്വരന് അത്യന്തം പ്രിയകരമായിരുന്നു. അവിടുന്ന് സദാ അല്ലാമാലിക് എന്ന് ജപിക്കും. തന്റെ മുമ്പിൽ നാമസപ്താഹം നടത്തുവാനും ഭക്തരെ സായി പ്രേരിപ്പിച്ചു. ഒരിക്കൽ അവിടുന്ന് ദാസഗണുവിനോടരുളി, നാമസപ്താഹം നടത്തൂ. ദാസഗണു ഉടനെ പറഞ്ഞു, അങ്ങനെ തന്നെ ചെയ്യാം, പക്ഷേ എനിക്ക് വിഠലിന്റെ ദർശനം ലഭിക്കണം. ഹൃദയത്തിൽ തൃക്കൈവച്ച് ശാന്തഗംഭീരനായി സായി അരുളി, ശരി, വിഠൽ രൂപം നിന്റെ മുന്നിൽ പ്രത്യക്ഷനാകും. ഉറച്ച വിശ്വാസമുണ്ടായിരിക്കുക. ഭക്തന്റെ ശിരസിൽ തൃക്കൈകൾ വെച്ചുകൊണ്ട് അവിടുന്ന് വീണ്ടും അരുളി, ഡാക്കർനാഥിന്റെ ഡാങ്കപൂരിയും വിഠലിന്റെ പണ്ഡർപുരിയും കണ്ണന്റെ ദ്വാരകയും ഈ ഷീർദി തന്നെ. ദ്വാരക ദർശിക്കാനായി ദൂരെ പോകേണ്ടതില്ല. വിഠൽ അവിടെ നിന്നും ഇങ്ങോട്ട് വരേണ്ടതുമില്ല. ഇതുതന്നെ ദ്വാരക. വിഠലും ഇവിടെ ഈ ഷിർദിയിൽ തന്നെ. വിഠൽ ഇവിടെ രൂപം കൊള്ളുന്നു. അങ്ങനെ നാമസപ്താഹം ഗംഭീരമായി നടന്നു. സപ്താഹത്തിന്റെ അവസാന ദിനം പുലർക്കാലം. കാക്കാസാഹേബ് ദീക്ഷിത് ധ്യാനത്തിലാണ്. അദ്ദേഹത്തിന്റെ ശരീരം കോൾമയിർ കൊണ്ടു. ധ്യാനത്തിൽ വിഠൽ ദർശനമേകി. ആനന്ദവാനായി ബാബയുടെ സമീപം ദീക്ഷിത് ചെന്നപ്പോഴേ അവിടുന്ന് ചോദിച്ചു, വിഠൽ വന്നില്ലേ? നീ കണ്ടില്ലേ? മുറുക്കി പിടിച്ചോളൂ. മഹാകുസൃതിയാ, വഴുതിപ്പോകും. തെല്ലും അശ്രദ്ധയരുത്. ഉച്ചയ്ക്ക് മറ്റൊരു ലീല കൂടി നടന്നു. ഒരു കച്ചവടക്കാരൻ വിഠലിന്റെ കുറേ പടങ്ങളുമായി വന്നു. ദീക്ഷിത് ആ ചിത്രം കണ്ട് സ്തംഭനായി. താൻ ധ്യാനത്തിൽ ദർശിച്ച അതേ വിഠലിന്റെ രൂപം, ഭാവം. അത്യധികം ആഹ്ലാദത്തോടെ ദീക്ഷിത് ഒരു ചിത്രം വാങ്ങി തന്റെ പൂജാമുറിയിൽ സ്ഥാപിച്ചു. സായീശ്വരന് വിഠൽ ആരാധനയോടുള്ള താൽപ്പര്യം വളരെയേറെ. ഈ സംഭവം ശ്രദ്ധിക്കൂ. വിഠോബയുടെ മഹാഭക്തനാണ് ഭഗവന്തറാവുവിന്റെ പിതാവ്. വർഷത്തിലൊരിക്കൽ അദ്ദേഹം പണ്ഡർപൂരിയിൽ പോകും. ദർശനം നടത്തും. ശേഷം ദിവസങ്ങളിൽ വിഠലിന്റെ വിഗ്രഹം വെച്ച് ആരാധിക്കും. ഇതായിരുന്നു പതിവ്. അങ്ങനെ കാലം പോകവേ പിതാവ് കാലഗതിയടഞ്ഞു. ഗൃഹഭരണം പുത്രനിലായി. അയാൾ വിഗ്രഹപൂജയും ഷിർദി യാത്രയും നിർത്തി. പക്ഷെ ഒരിക്കൽ അയാൾക്ക് ഷിർദിയിൽ പോകേണ്ടി വന്നു. അയാളെ കണ്ടയുടനെ സായീശ്വരൻ അരുളി, ഇവന്റെ അച്ഛൻ എന്നോട് എന്തു സ്നേഹമായിരുന്നു. ഇവനാകട്ടെ നൈവേദ്യം പോലും നൽകാതെ എന്നെയും വിഠലിനെയും പട്ടിണിക്കിട്ടു. പക്ഷേ എനിക്കിവന്റെ പിതാവിനോടുള്ള സ്നേഹം വളരെ വലുത്. അതിനാൽ ഇവനെ ഞാനിവിടെ വരുത്തി. ഇവനെ എല്ലാ കാര്യവും ഞാൻ പഠിപ്പിക്കും. അങ്ങനെ നിത്യപൂജ ചെയ്യാൻ പ്രേരിപ്പിക്കും. പ്രയാഗ്, ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനമാണ്. അവിടുത്തെ സ്നാനം പുണ്യാൽ പുണ്യകരം. സായിഭക്തനായ ദാസഗണുവിനൊരാഗ്രഹം, പ്രയാഗയിൽ പോകണം. ആ പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യണം. സായീശ്വരനോട് അദ്ദേഹം അനുവാദം ചോദിച്ചു. ബാബ അരുളി, പ്രയാഗ് ഇവിടെ തന്നെയാണ്. സ്നാനത്തിനായി നീ അത്ര ദൂരം പോകേണ്ടതില്ല. ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കൂ, പ്രയാഗ് ഇവിടെ തന്നെ. അതുകേട്ട് ദാസ്കനു ബാബയുടെ തൃപ്പാദങ്ങളിൽ കൈകൾ സ്പർശിച്ചതേയുള്ളൂ. അത്യത്ഭുതകരമായിരുന്നു അപ്പോൾ നടന്ന ലീല. ബാബയുടെ ഇരുപാദങ്ങളുടെയും വിരലുകൾക്കിടയിൽ നിന്നും ജലമൊഴുകാൻ തുടങ്ങി. ഗംഗയും യമുനയും തൃപ്പാദങ്ങളിൽ നിന്നും പ്രവഹിച്ചു. ഭക്തിപാരവശ്യത്താൽ ഭക്തന്റെ മിഴികളിൽ നിന്നും അശ്രുപ്രവാഹം തുടങ്ങി. ഭക്തിതരംഗിതമായ ആ ഹൃദയത്തിൽ നിന്നും കാവ്യമധുരമായ സ്തുതികളുയർന്നു.
തന്റെ താപത്രയങ്ങളും അകറ്റാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ദാസ്ഗനു ആ സ്തുതി സായീശ്വരനു സമർപ്പിച്ചു. മഹാപാപങ്ങൾ ഒഴുക്കിക്കളയുവാൻ ജനങ്ങൾ ഗംഗയിലേക്ക് പോകുന്നു. ഗംഗയാകട്ടെ തന്നിലടിഞ്ഞുകൂടിയ പാപങ്ങളകറ്റാൻ അവതാരപുരുഷന്റെ തൃപ്പാദങ്ങളിൽ വന്നണയുന്നു. പുണ്യഫലത്തിനായി, പാപനാശത്തിനായി നാം സായീശ്വരന്റെ തൃപ്പാദങ്ങൾ ഉപേക്ഷിച്ച് ഗംഗയിലേക്കോ ഗോദാവരിയിലേക്കോ പോകേണ്ടതില്ല. സായി കഥാമൃതം നുകർന്നാൽ അത് ധാരാളമായി. ആരാണ് സായിബാബ? ജനനം, മാതാപിതാക്കൾ, ദേശം ഇക്കാര്യങ്ങൾ ആർക്കും അറിയില്ല. ചോദിച്ചിട്ടും ബാബ കൃത്യമായി മറുപടിയും നൽകിയില്ല. ഇതെല്ലാം നമ്മുടെ അറിവിനതീതം. നാമദേവിനെ ഭീമാ നദിയിൽ നിന്നും ഗോനായി കണ്ടെടുത്തതാണ്. ഭാഗീരഥിയിൽ നിന്നും കബീറിനെ തമൽ കണ്ടെടുത്തു. സായിബാബയുടെ ചരിത്രവും ഇങ്ങനെ തന്നെ. സായീശ്വരനെ ആദ്യമായി ഷിർദി ഗ്രാമത്തിൽ കണ്ടത് ഒരു വേപ്പ് വൃക്ഷച്ചുവട്ടിൽ. അന്ന് 16 വയസ്സ് പ്രായം. ബാലഭാവം. ബ്രഹ്മജ്ഞാനി. സ്വപ്നത്തിൽ പോലും ലൗകിക സുഖാശയല്ല. മായയെ അവിടുന്ന് അകറ്റി നിർത്തി. മുക്തി ആ തൃപ്പാദങ്ങളെ സേവിച്ചു. സായിനാഥനെ അന്ന് കണ്ടതിനെക്കുറിച്ച് നാനാ ചോബ്ദാറിന്റെ വൃദ്ധമാതാവ് പറഞ്ഞതിങ്ങനെയാണ്. സുന്ദരനായ ആ ബാലൻ വേപ്പുവൃക്ഷച്ചുവട്ടിൽ ധ്യാനത്തിലാണ്ടിരിക്കുന്നതാണ് ആദ്യം കണ്ടത്. എത്ര സുന്ദരനും മിടുക്കനുമായിരുന്നു! ബാലന്റെ കഠിനമായ ബ്രഹ്മചര്യം, ഇളം പ്രായത്തിൽ തന്നെ ശീതോഷ്ണാദികളെ ഒരുപോലെ സ്വീകരിക്കാനുള്ള കഴിവ്, ഇതെല്ലാം കണ്ട് ഗ്രാമവാസികൾ വിസ്മയഭരിതരായി. അതിസുന്ദരനായ ആ ബാലൻ സദാ വേപ്പിൻ ചുവട്ടിൽ കാണും. ബാലനെങ്കിലും മഹാജ്ഞാനിയുടെ അവസ്ഥ. ഒരിക്കൽ ഒരു സംഭവമുണ്ടായി. ഒരു ഭക്തനിൽ ഖണ്ഡോബ, ഒരു ദേവത, ആവേശിച്ചു. ഭക്തൻ ഭാവാവേശത്താൽ വിറയ്ക്കാനും ആടാനും തുടങ്ങി. അതുകണ്ട് ഗ്രാമീണർ ഭയഭക്തിയോടെ ചോദിച്ചു, സ്വാമി, ആ ബാലൻ ആരെന്നു പറയുമോ? ഏതു പുണ്യാത്മാക്കളുടെ പുത്രനാണ്? എവിടെ നിന്ന് വന്നു? എന്തിനു വന്നു? ഭക്തജനങ്ങളുടെ ചോദ്യത്തിനുത്തരമായി ഭാവാവേശം പൂണ്ടയാൾ ഒരു സ്ഥലം ചൂണ്ടി അവിടെ കിളയ്ക്കുവാൻ കൽപ്പിച്ചു. അവർ അനുസരിച്ചു. കുറച്ചു മണ്ണ് കിളച്ചു മാറ്റിയപ്പോൾ അടുക്കിവച്ചിരിക്കുന്ന ഇഷ്ടികകൾ കണ്ടെത്തി. വീണ്ടും കുഴിച്ചു. പിന്നീട് കണ്ടത് ഒരു പരന്ന ശില. അതെടുത്തുമാറ്റി. ഒരു നിലവറ. നിലവറയിൽ 4 വിളക്കുകൾ കത്തുന്നു. അവിടെ ഒരു പീഠം, ജപമാല, മരപ്പലകകൾ. അത് ചൂണ്ടി കോമരമരുളി, ഇവിടെ ഈ ബാലൻ 12 വർഷം കഠിന തപസ്സു ചെയ്തിട്ടുണ്ട്. അതുകേട്ട് ഭക്തജനങ്ങൾ ബാലനോട് കൂടുതൽ വിവരങ്ങൾ തിരക്കി. ബാലൻ വ്യക്തമായൊന്നും പറയാതെ ധരിപ്പിച്ചു, അതെന്റെ ഗുരുസ്ഥാനം. പവിത്രമായി ആ സ്ഥലം പരിരക്ഷിക്കുക. ബാലന്റെ നിർദ്ദേശപ്രകാരം ശിലയും ഇഷ്ടികയും പഴയതുപോലെ സ്ഥാപിച്ചു. ആൽമരം പുണ്യവൃക്ഷമാണ്. വേപ്പുമരത്തെയും അതുപോലെ തന്നെ പുണ്യവും പരിശുദ്ധവുമായി ബാബ കരുതി. മാലസപതിയും ഷിർദിയിലെ ഭക്തന്മാരും ഈ വേപ്പിൻചുവട് ബാബയുടെ ഗുരുസ്ഥാനമായി കരുതി ആരാധിക്കുന്നു. ആ വേപ്പുമരം നിൽക്കുന്ന സ്ഥലവും പരിസരവും ഭക്തനായ ഹരിവിനായക് സദേ വാങ്ങി. അദ്ദേഹം അവിടെ നല്ലൊരു സത്രം നിർമ്മിച്ചു. ആദ്യകാലത്ത് ഈ സത്രമായിരുന്നു ഷിർദിയിൽ ഭക്തജനങ്ങൾക്കുള്ള ഒരേയൊരു താമസസ്ഥലം. വേപ്പിൻമരത്തിനു ചുറ്റും പ്രത്യേകം തറ കെട്ടി. ഭക്തന്മാർക്ക് അതിൽ കയറിയിരിക്കാനുള്ള സൗകര്യവും ചെയ്തുകൊടുത്തു. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ അവിടം വൃത്തിയാക്കി സാമ്പ്രാണി പുകയ്ക്കുന്നവനെ ശ്രീഹരി അനുഗ്രഹിക്കുമെന്ന് ഒരിക്കൽ സായീശ്വരൻ അരുളി. പിന്നീട് ഏറെ കഴിഞ്ഞാണ് ദീക്ഷിത് സത്രം ഉണ്ടാക്കിയത്. മഹാഭക്തനായിരുന്നു കാക്കസാഹെബ് ദീക്ഷിത്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന കാലത്തായിരുന്നു ആ സംഭവം. ദീക്ഷിതിന് ഒരപകടത്തിൽ കാലിന് മുടന്തുവന്നു. സത്യത്തിൽ ആ മുടന്ത് അനുഗ്രഹമായി തീർന്നു. കാരണം അതുമൂലമാണ് അദ്ദേഹം ഷീർദിയിലെത്തിയത്. നാനാസാഹെബ് ചന്ദോർക്കർ അദ്ദേഹത്തോട് ഷീർദിയിൽ പോകാനും സായി ദർശനം ചെയ്യുവാനും ഉപദേശിച്ചു. അതോടെ കാലിന്റെ വൈകല്യം മാറുമെന്നും ഉറപ്പുകൊടുത്തു. പൂർവകർമ്മ സുകൃതത്താൽ അദ്ദേഹം ഷീർദിയിലെത്തി. സായി ദർശനം നേടി. പക്ഷേ പ്രാർത്ഥിച്ചത് മനസ്സിന്റെ വൈകല്യം മാറ്റണേ എന്നും. എന്താണ് മനുഷ്യശരീരം? കുറെ അസ്ഥികളും മാംസവും തൊലിയിൽ മുറുക്കിക്കെട്ടിയിരിക്കുന്ന ഒരു ഭാണ്ഡം. അതിന് ചെറിയൊരു വൈകല്യമുണ്ടെങ്കിൽ തന്നെ എന്ത്? സായീശ്വരനെ ദർശിച്ചതോടെ ഇനി ഷീർദിയിൽ തന്നെ താമസിക്കാം എന്ന നിശ്ചയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ സ്വന്തം ആവശ്യത്തിനും ഭക്തന്മാർക്കും വേണ്ടി അദ്ദേഹം ഒരു സത്രം നിർമ്മിച്ചു. 1910 ഡിസംബർ 10 അതിന്റെ ശിലാസ്ഥാപനം. ഓർമ്മിക്കേണ്ട പലതും അന്നുണ്ടായി. ദാദാസാഹേബ് ഖബർദിക്ക് ഗൃഹത്തിലേക്ക് മടങ്ങാൻ സായീശ്വരൻ അനുമതി കൊടുത്തു. ചാവടിയിൽ ആരതിയും തുടങ്ങി. 1911 സത്രം പണി പൂർത്തിയായി. രാമനവമി ദിവസം ഹാളിൽ താമസവും തുടങ്ങി. ശ്രീഭട്ടി അതിമനോഹരമായൊരു കെട്ടിടം നിർമ്മിച്ചു. പിന്നീട് ഭഗവാന്റെ മഹാസമാധിസ്ഥലമായി മാറി. അങ്ങനെ ഒന്നുമില്ലാത്ത ദിക്കിൽ 3 സത്രങ്ങൾ ഉയർന്നു. ഈ അധ്യായം ഞാൻ ശ്രീ ഗുരുചരണങ്ങളിൽ സമർപ്പിക്കുകയാണ്. പ്രിയ വായനക്കാരെ,
ബാബ ഷീർദിയിൽ നിന്നും താൽക്കാലികമായി അപ്രത്യക്ഷമായതും പിന്നീട് തിരിച്ചുവന്നതും ദേവിദാസ്, ജാനകിദാസ്, ഗംഗാഗീർ തുടങ്ങിയവരുമായി ആടിയ ലീലകളും തമ്പോലിയുമായി സായീശ്വരൻ ഗുസ്തി നടത്തിയതും സെങ്കിളി തുടങ്ങിയ മറ്റു ഭക്തന്മാരുടെ സായി പ്രേമവും അടുത്ത അധ്യായത്തിൽ വിവരിക്കാം. 4-ാം അധ്യായം സമാപ്തം.